ചേഞ്ച് യുവർ മൈൻഡ്. റെഡിയാണോ? ഇന്നലെ വരെ ഉള്ള നിങ്ങളല്ല ഇന്നു മുതൽ. റെഡിയാണോ? നിങ്ങൾ ടോട്ടലി ചേഞ്ച് ആവാണ്. ഈ 6 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഓരോരുത്തരും ട്രൂവിൻ പാർട്ട്നേഴ്സ് ആണ്. ബിസിനസ് ചെയ്യാൻ പോകുന്ന ട്രൂവിൻ കമ്പനിയുടെ പാർട്ട്നേഴ്സ് ആണ് നിങ്ങൾ ഓരോരുത്തരും. Are you ready? Are you ready? സോ ഇന്നു മുതൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ, നേരത്തെ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ, ഇന്നു മുതൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം, ലൈഫിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തും നേടിയെടുക്കാനുള്ള കപ്പാസിറ്റി എന്റെ ഉള്ളിലുണ്ട് എന്നൊരു വിശ്വാസം, ആ ഒരു ബിലീവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. റെഡിയാണോ? എനിക്ക് ട്രൂവിൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലൂടെ എന്റെ പാസ്റ്റ് എന്തൊക്കെയോ ആണ്. എന്റെ പാസ്റ്റിൽ ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്തു നഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് കമ്പനികളിൽ നിന്ന് കാശ് പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്നെ തട്ടിപ്പ് നടത്തുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്റെ നാട്ടിലുള്ളവരും കുടുംബക്കാരും, ഈവൻ എന്റെ വീട്ടിലുള്ള വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ്, എന്റെ ഉപ്പ, എന്റെ അച്ഛൻ, എന്റെ ഉമ്മ, അമ്മ, ഇവരൊക്കെ ഈ ബിസിനസ്സിൽ വന്നിട്ട് നിനക്കൊന്നും നേടാൻ കഴിയില്ലടാ അല്ലെങ്കിൽ കഴിയില്ലടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നു മുതൽ ഐ കാൻ എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ യു ആർ സക്സസ്ഫുൾ. റെഡിയാണോ? റെഡിയാണോ? അതിന് എന്തും നേടിയെടുക്കാൻ നമ്മുടെ മുന്നിൽ ഈ ട്രൂവിനുണ്ട്. ട്രൂവിൻ എന്നത് ആ പേര് പോലെ തന്നെ സത്യസന്ധമായി, ഒരാളെയും ചതിക്കാതെ, ഒരാളെയും വഞ്ചിക്കാതെ, ഒരാളും നാം കാരണം 10 രൂപ പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് മുഖത്ത് കഴിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ഒരവസരം ഉണ്ടാക്കാതെ, ഈ സമൂഹത്തിന് നന്മ ചെയ്തുകൊണ്ട്, ഈ രാജ്യത്തിന്റെ പുരോഗതി ആഗ്രഹിച്ചുകൊണ്ട്, അതിലുപരിയായി ഈ രാജ്യത്തുള്ള നിർധരരായ സാധാരണക്കാരായ ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിക്കൊണ്ട് നെഞ്ചോട് ചേർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മഹത്തായ നന്മ മരം നമ്മുടെ കയ്യിലുണ്ട്. ഈ മരത്തെ നട്ടു വളർത്തി, ഈ വിത്ത് പാകിയ ഈ മരത്തെ, ഇത് വലുതാകുന്നതിന്റെ ഓരോ സമയങ്ങളിലും ഇതിന് വെള്ളം കൊടുത്ത്, കാറ്റടിക്കുമ്പോൾ ആ കാറ്റിൽ നിന്ന് ഇതിനെ വലിയ കാറ്റുകൾ വരുമ്പോൾ ആ കാറ്റിൽ നിന്ന് സംരക്ഷിച്ച് ഇതിനെ വളർത്തി 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 വലുതാക്കി ഒരു വലിയ തണൽ വൃക്ഷമാക്കി മാറ്റുമ്പോൾ, ആ തണൽ വൃക്ഷത്തിന്റെ ഓരോ ചില്ലകളായി ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വലിയ മരത്തിന്റെ ചില്ലകളായി മാറുമ്പോൾ, നിങ്ങളുടെ ഓരോ ചില്ലകളിലും ഒരുപാട് ഇലകൾ വരുമ്പോൾ, അതിന്റെ താഴെ തണലുകളായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് തണലായി മാറാൻ ഈ വലിയ വൃക്ഷം നിങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ വൃക്ഷത്തിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ ഇന്നു മുതൽ തയ്യാറാവുക. നമ്മുടെ ലൈഫിൽ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇന്നു മുതൽ നിങ്ങൾ ഓരോരുത്തരും ഒരു പുതിയ മനുഷ്യനാണ്. നിങ്ങൾ ഓരോരുത്തരും ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ കമ്പനി, നമ്മൾ മുമ്പൊക്കെ എല്ലാവരും കേട്ടതാണ് നമ്മുടെ വിഷൻ എന്താണ്, നമ്മുടെ മിഷൻ എന്താണെന്നുള്ളത്, നമ്മുടെ മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ സമയത്ത് ഈ വൈകിയ വേളയിൽ ആ ഒരു ചരിത്ര സംഭവത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയുന്നു. നേരത്തെ സംസാരിച്ചതുപോലെ ഇന്ത്യ രാജ്യത്ത് ഏതൊരു വ്യക്തിയും, അത് നമ്മുടെ ഗവൺമെന്റ് ആവട്ടെ, രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളാവട്ടെ, മറ്റ് വിദ്യാസമ്പന്നരായ ആളുകട്ടെ, അവർ ഓരോരുത്തരും ട്രൂവിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഓരോ മെമ്പറിന് നേരെയും സല്യൂട്ട് അടിക്കുന്ന ഒരു അവസരം നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന 10ഓളം വരുന്ന പദ്ധതികൾ, നമ്മുടെ കമ്പനി പ്രോജക്റ്റുകളാണ് മുന്നിൽ വെക്കുന്നത്, പ്രോഡക്റ്റുകളല്ല. നമ്മുടെ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പ്രോഡക്റ്റും ഈ കമ്പനിയിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കാം. പക്ഷെ പ്രോജക്റ്റ്, നമ്മൾ മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾ, അത് ഈ രാജ്യത്തിന്റെ ഗുണത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഡയറി ഫാമുകളാവട്ടെ, നമ്മുടെ അഗ്രികൾച്ചറുകളാവട്ടെ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെന്ററുകളാവട്ടെ, തുടങ്ങി നമ്മൾ പറയുന്ന ഓരോ പദ്ധതികളും ഈ രാജ്യത്തിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്, ഇവിടെയുള്ള സമൂഹത്തിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ട്രൂവിൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ, അത് ഇന്ത്യ രാജ്യം മുഴുവനും പന്തലിച്ച് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഈ പ്രസ്ഥാനത്തെ കൂടെ നിർത്തി നെഞ്ചോട് ചേർത്തിയ ആളുകളുടെ കൂട്ടത്തിൽ അവരിൽ പാവപ്പെട്ടവരുണ്ടാവാം. ആ പാവപ്പെട്ട ആളുകൾക്ക് ഒരു അത്താണിയായി മാറാൻ നമ്മുടെ ചാരിറ്റിയിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ നമ്മുടെ നേരെ കൈനീട്ടി വരുന്ന പാവങ്ങളിൽ പാവങ്ങളായ പിഞ്ചു പൈതങ്ങൾ
നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അവരെയൊക്കെ ഒന്ന് കൈപ്പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഊട്ടുപുര എന്ന പേരിൽ ഓരോ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലും ഓരോ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും നമ്മൾ ഊട്ടുപുര എന്ന പേരിൽ ഒരു ബോക്സ് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ബോക്സിൽ നമ്മൾ ഭക്ഷണപ്പൊതി വെക്കുമ്പോൾ അതിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ അലഞ്ഞു നടക്കുന്ന പൈതങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ട്രൂവിൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നന്മ, അതിന്റെ പുണ്യം ഈ പ്രസ്ഥാനത്തിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും കിട്ടും. കഴിഞ്ഞില്ല, നമ്മൾ ഈ പ്രസ്ഥാനത്തിലൂടെ സമൂഹത്തിന് വേണ്ടി കൊടുക്കാൻ പോകുന്നത് നമ്മുടെ അഗ്രികൾച്ചറുകളാണ്. ഈ രാജ്യത്തുള്ള, പ്രത്യേകിച്ച് നമ്മുടെ കേരളവും തമിഴ്നാടും കർണാടകയിലുമുള്ള ഈ ജനങ്ങൾക്ക് ആരോഗ്യം നൽകുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രൂവിൻ മുന്നോട്ട് വെക്കുന്ന ഒരു ക്യാപ്ഷൻ ഉണ്ട്, ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ജീവിതത്തിൽ ആരോഗ്യവും സമ്പത്തും കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാക്കുക എന്ന വലിയൊരു ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ആരോഗ്യം ഉണ്ടാകുമ്പോൾ, അങ്ങനെ സമ്പത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ, രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന ഒരു ക്യാപ്ഷൻ ഉണ്ട്, ആൻ ഇൻഫിനിറ്റ് റിച്ച്നെസ് ഹബ്. ഈ പ്രസ്ഥാനത്തിൽ വരുന്ന ആളുകൾക്ക് അനന്തമായ സാമ്പത്തിക ഭദ്രതയുള്ള ഈ കേന്ദ്രത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഇന്നു മുതൽ ഇന്ത്യ രാജ്യത്ത് 140 കോടി മനുഷ്യരുണ്ട്. ഇന്ത്യ രാജ്യത്ത് അതിൽ പാവങ്ങളുണ്ട്, പണക്കാരുണ്ട്, മിഡിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ഈ ജനങ്ങളിലേക്ക് വേണ്ട, നമ്മുടെ കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. അങ്ങനെ ഓരോ സ്റ്റേറ്റുകളിലും ഈ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ എത്തിച്ചു കൊടുക്കുക. പ്ലാൻ അല്ല പറയേണ്ടത്, ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന വിഷൻ എന്താണ്, മിഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ആശയം അവരുടെ ഉള്ളിലേക്ക് തറച്ചു കഴിഞ്ഞാൽ ഇതൊരു പുണ്യമരമാണ്, ഇത് പുണ്യം ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് ഈ ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ആ കിട്ടുന്ന വരുമാനം ചാരിറ്റിയിലൂടെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കമ്പനിയുടെ മിറാക്കിൾ പ്ലാനിൽ ഓട്ടോ പൂളുകളുണ്ട്, വർക്ക് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും വരുമാനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റീബർത്ത് ഐഡികളുണ്ട്. എന്താണ് റീബർത്ത് ഐഡികൾ? എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ കാണുന്ന വലിയൊരു സ്വപ്നമുണ്ട്, എന്റെ മനസ്സിൽ നിന്ന് ഉദിച്ച സ്വപ്നം. അത് നിങ്ങളുടെയും സ്വപ്നമാവണം. ഇന്നു മുതൽ നിങ്ങൾ ഓരോരുത്തരുടെയും സ്വപ്നമാവണം, നിങ്ങളുടെ കൂടെ വന്നവരുടെ സ്വപ്നമാവണം. നമ്മുടെ റീബർത്ത് ഐഡികളിൽ ഓരോന്നും ഓട്ടോ പൂളിലേക്ക് കയറി പോകുമ്പോൾ അവിടെയൊക്കെ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും നിങ്ങൾക്ക് വരുമാനമായി വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം വാർഡുകളിൽ, രാജ്യത്തോ സ്റ്റേറ്റുകളിലേക്കോ ജില്ലകളിലേക്കോ ഒന്നും പോവേണ്ട, നിങ്ങളുടെ സ്വന്തം വാർഡ് ഒരു 500-1000 വീടുകൾ ഉണ്ടാകും. ആ വീടുകളിൽ പാവപ്പെട്ട 2-3 പെൺമക്കളുണ്ട്. അവരെ വിവാഹം കഴിച്ചുവിടാൻ കഴിയാതെ വിഷമിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാകും. സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കുക എന്ന സ്വപ്നവുമായി നടക്കുന്ന, ആ വീട് നിർമ്മാണത്തിനുള്ള വരുമാനം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ടാകും. 10ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ച് നല്ല A+ വാങ്ങിയ മിടുക്കന്മാരും മിടുക്കുകളുമായ ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് തുടർന്ന് പഠിക്കാൻ സാമ്പത്തിക ഭദ്രതയില്ലാത്തതിന്റെ പേരിൽ ആ കുട്ടികൾ തയ്യൽ മെഷീൻ കടകളിലോ വല്ല ഹോട്ടലുകളിലോ വല്ല ഫാൻസികളിലൊക്കെ പോയി ജോലി ചെയ്യുന്നുണ്ടാവും തുച്ഛമായ ശമ്പളത്തിന്. ആ കുട്ടികളെ നമുക്ക് ദത്തെടുത്ത് നമ്മുടെ ഈ റീബർത്ത് ഐഡിയിലൂടെ വരുന്ന വരുമാനം കൊടുത്തുകൊണ്ട് ഈ പറയപ്പെടുന്ന വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാൻ, മക്കളെ വിവാഹം കഴിച്ചുവിടാൻ പറ്റാത്ത ആളുകൾക്ക് വിവാഹം കഴിച്ചുവിടാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാത്ത ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ, എന്തിനേറെ പറയണം, സ്വന്തം മാതാവോ പിതാവോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ കഴിയാതെ കിഡ്നി സംബന്ധമായ അസുഖങ്ങള്, ക്യാൻസറുകള്, അതുപോലെ പല രോഗങ്ങളും ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ കാശില്ലാത്തതിന്റെ പേരിൽ വീട്ടിൽ ഒതുങ്ങിക്കിടക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയ പിഞ്ചുമക്കൾ, പ്രസവത്തിൽ തന്നെ പല രോഗങ്ങളും വന്നിട്ടുള്ള ആളുകൾ. ആ ആളുകളെയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം മാറ്റിവെച്ച് ആ പാവങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് കൂടി ട്രൂവിൻ പ്രസ്ഥാനത്തിൽ വരുന്ന ഓരോ മെമ്പേഴ്സിന് വരുമ്പോൾ, ഓരോ പാർട്ട്നേഴ്സിന് വരുമ്പോൾ ഈ നാട്ടിലെ, നമ്മുടെ ആ നാട്ടിലെ ഒരു ജീവകാരുണ്യ പ്രവർത്തകനായി, ഒരു ജീവകാരുണ്യ പ്രവർത്തകയായി നമ്മൾ ഓരോരുത്തരും മാറുകയാണ്. ആ നാട്ടിലൊരു പ്രയാസം വരുമ്പോൾ ആ നാട്ടുകാരൻ നമ്മൾ അന്വേഷിച്ചു വരും. അങ്ങനെ ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നാം മരിച്ച് നാളെ കണ്ണടച്ചാൽ നാം കാരണം ഒരു 10 കുടുംബമെങ്കിലും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ, നമ്മൾ ഇവിടെ വാർത്തെടുത്ത ഈ പ്രസ്ഥാനത്തിന്റെ വരുമാനവും ഇതിന്റെ പ്രോഫിറ്റും ഇതിന്റെ ഓരോ ഫലങ്ങളും അനുഭവിക്കുന്ന വരും തലമുറകളെ വാർത്തെടുക്കാൻ ഈ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു തുടക്കമായി ഈ ഒരു ട്രിപ്പ് മാറട്ടെ എന്ന് മാത്രം നിങ്ങളോട് ആശംസിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് നെഞ്ചിലേറ്റി ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പു തരുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും വലിയൊരു ഡ്രീം
എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഈ സ്വപ്നം ഞാൻ നിറവേറ്റുന്നത് വരെ ഇതിന്റെ പിന്നാലെ ഉറക്കമൊഴിച്ച് ഞാനുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓരോരുത്തരുടെയും കയ്യിലുള്ള സ്കില്ല് അത് വാർത്തെടുത്ത് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നു, ഞാനല്ല മുന്നില്, നിങ്ങളാണ് മുന്നില്, നിങ്ങളുടെ പിന്നിൽ ഞാനുണ്ട്. നിങ്ങൾ റെഡിയാണെങ്കിൽ ഈ പ്രസ്ഥാനം ലോകത്തിന്റെ നെറുകയിൽ അറിയപ്പെട്ട പ്രസ്ഥാനമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അതിലൂടെ നമ്മൾ മാത്രമല്ല വിജയിക്കുന്നത്, ഈ രാജ്യം തന്നെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ദിവസം നിങ്ങളുടെ മറ്റൊരുപാട് ചുറ്റുപാടുകളുണ്ട്, കല്യാണങ്ങളുണ്ട്, മറ്റു ഫംഗ്ഷനുകളുണ്ട്, ഒരു വീടുകളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ നെഞ്ചിന്റെ ഉള്ളിൽ നിങ്ങളുടെ കുടുംബം 1-ാം സ്ഥാനമാണെങ്കിൽ നിങ്ങൾ 2-ാം സ്ഥാനം ഈ ട്രൂവിന് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് വിശ്വാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റെല്ലാം മാറ്റിവെച്ച് ഇന്നത്തെ ദിവസം ഈ പ്രസ്ഥാനത്തിന്റെ ഈ പ്രോഗ്രാമിലേക്ക് വന്നത്. അതുകൊണ്ട് ഇത്രയും നേരം എല്ലാ ചിന്തകളും മാറ്റിവെച്ച്, കുടുംബ വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ പ്രസ്ഥാനത്തിന്റെ വിഷയങ്ങൾ കേൾക്കുവാനും ആസ്വദിക്കുവാനും എൻജോയ് ചെയ്യുവാനും ഒരു കുടുംബം പോലെ നമ്മുടെ 2-ാം ഫാമിലിയാണ് ട്രൂവിൻ. ഇവിടെ അവരുടെ ടീമെന്നോ ഇവരുടെ ടീമെന്നോ മറ്റവരുടെ ടീമെന്നോ ഒന്നുമില്ല. നമ്മൾ ഒരുമിച്ചാണ്, ഒരേ മനസ്സോടുകൂടി, പല ശരീരമാണെങ്കിലും ഒരേ ഹൃദയത്തോടുകൂടി നമ്മൾ ഈ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മിനിമം ഒരു 5 പേരോടെങ്കിലും എനിക്ക് ഈ ആശയം പറഞ്ഞു കൊടുക്കണം. അവർ എന്റെ കൂടെ ബിസിനസ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, അവര് ജോയിൻ ചെയ്യണമെന്നല്ല പറയേണ്ടത്, മറിച്ച് നമ്മുടെ ആശയം, നമ്മുടെ വിഷൻ എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, സമൂഹത്തിന് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത്, ഇത് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ദിവസവും 5 പേരോട് പറയാതെ ഞാൻ കടന്നുറങ്ങില്ല എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുക. എല്ലാവരും എഴുന്നേറ്റിരിക്കുക. നമ്മൾ നിർത്താൻ പോവാണ്. എല്ലാവരും എഴുന്നേറ്റിരിക്കുക. മേലോട്ട് വലിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്, എന്റെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവുകളും, എല്ലാ മോശമായ ചിന്തകളും ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. ശ്വാസം താഴോട്ട് പതുക്കെ നിങ്ങൾ വിടുമ്പോൾ, ഇന്നു മുതൽ എന്റെ ജീവിതത്തിൽ നന്മകൾ മാത്രമാണ്, വിജയങ്ങൾ മാത്രമാണ്, പോസിറ്റീവ് ചിന്തകൾ മാത്രമേ എനിക്ക് ഇന്നു മുതലുള്ളൂ. നിങ്ങൾ തുറന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ടും ചെറുതായിട്ട് നിങ്ങൾ പറയുക, ഐ ക്യാൻ, ഐ ക്യാൻ, ഐ ക്യാൻ, ഐ മസ്റ്റ്, ഐ മസ്റ്റ്, ഐ വിൽ, ഐ വിൽ, ഐ ക്യാൻ, ഐ മസ്റ്റ്, ഐ വിൽ, I can, I will, I must. Jai Truvin! Jai Truvin! Jai Truvin! All the best. Thank you. History tells us that powerful people come from powerful places.